ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അതർ സ്റ്റോറി പോയിന്റ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കൊല്ലം മഹോത്സവമാണ്. നമ്മൾ കൊല്ലം മഹോത്സവം കാണാൻ പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നേരെ ചെന്നപ്പോൾ തന്നെ ആദ്യമേ കണ്ടത് മുട്ടന്നർ ടൈറ്റാനിക്കാണ്. ഇത് ആശ്രമ മൈതാനത്താണ് നടക്കുന്നത്. അപ്പം ടൈറ്റാനിക്കിൻ്റെ ആ ജാക്കും റോസ് നിൽക്കുന്ന സ്ഥലമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് നടത്തുന്നത് DJ അമ്യൂസ്മെൻറ്റ്സ് ആണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ടൈറ്റാനിക്കിൻ്റെ ഉൾഭാഗം മൊത്തം കയറി ഒന്ന് കറങ്ങി അടിച്ചു. കറക്റ്റ് ഒറിജിനൽ ടൈറ്റാനിക്കിൽ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നമ്മുടെ ജാക്കിനെ റോസിനെയൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ഈ ഷിപ്പിൻ്റെ ഉൾഭാഗം മൊത്തം കറങ്ങി. ഇതിൽ ജാക്കിൻ്റെ റോസിൻ്റെ ഒത്തിരി കട്ടൗട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കട്ടൗട്ടൊക്കെ അവിടെ വെച്ചേക്കുന്നത്. അപ്പം റിയലായിട്ട് നമ്മളൊരു ഷിപ്പിൽ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ചെന്നപ്പം. അത് കണക്ക് ഷിപ്പിലുള്ളതുപോലെ വലിയ ലൈറ്റ്സും അവിടുത്തെ കണക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം നമ്മുടെ കൂടെ ഈ കൊല്ലം മഹോത്സവം കാണാനായിട്ട് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് SRD അമിങ്കോസ് ഫാമിലിയാണ്. അപ്പം നമ്മളെല്ലാവരോടാണ് ഈ പ്രാവശ്യത്തെ കൊല്ലം മഹോത്സവം കാണാൻ പോയത്. അപ്പം നമ്മൾ ഈ കാണുന്നത് റോസിൻ്റെ മാലയാണ്. ടൈറ്റാനിക് മൂവിയിൽ പറഞ്ഞിരിക്കുന്ന റോസിൻ്റെ മാല. റോസിൻ്റെ വയസ്സായ കാലത്തെ ഒരു ഫോട്ടോയും കൂടാണ് കാണുന്നത്. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോകണം. ടൈറ്റാനിക്കിൻ്റെ മറ്റൊരു പാർട്ട് റോസിൻ്റെ റൂമാണ് നമ്മൾ ഈ കാണുന്നത്. റോസിൻ്റെ റൂം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ റോസിൻ്റെ റൂമിൽ കറക്റ്റ് റോസിൻ്റെ റൂമൊക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ റോസിൻ്റെ പെയിൻറ്റിങ്സും മിററും ജാക്കും പടം വരയ്ക്കുന്ന കണക്കൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഒരു മൂവിയിൽ പറയുന്ന കണക്ക്, നമുക്ക് റിയലി അറിയത്തില്ല, മൂവി പറയുന്ന കണക്ക് കറക്റ്റ് ഒരു ഇതുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ടൈറ്റാനിക് മൂവി അവർ എടുത്ത സമയത്തുള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ് കണ്ടത്. നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാണ് ടൈറ്റാനിക്കിൻ്റെ ഓരോ മെമ്മറീസ് ചൂണ്ടിക്കാണിക്കുന്ന ഓരോരോ കാര്യങ്ങൾ. ടൈറ്റാനിക്കിൻ്റെ ഷിപ്പ്, അവർ യൂസ് ചെയ്ത സാധനങ്ങൾ, അവിടെ മരിച്ചുപോയ ആളുകൾ, അവരുടെ ആ ഒരു സാധനങ്ങളൊക്കെയാണ് നമ്മളതിൻ്റെ ഒരു റീമേക്കാണ് ഈ കാണുന്നത്. അവിടുത്തെ ആളുകളുടെ മൂവിയിലും അല്ലാത്തയും ഫോട്ടോസ്, ജാക്കും റോസും ടൈറ്റാനിക് ഷിപ്പ് ഐസ് ഇടിച്ച് താഴെ വീഴുന്ന ആ ഒരു പടവും. നമ്മളൊക്കെ ഈ കയറിയിരുന്നാണ് നമ്മുടെ ടൈറ്റാനിക്കിലെ ആളുകളെ രക്ഷിക്കാനായിട്ട് വന്ന ബോട്ട്. ആ ഒരു ബോട്ടിലാണ് നമ്മൾക്കെല്ലാം ഇപ്പം കയറിയിരുന്ന് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൈറ്റാനിക്ക് നമ്മളിപ്പോൾ മൊത്തം ചുറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഗുണ കേവിലേക്കാണ്. ഗുണ കേവ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെ നമ്മൾ മനസ്സിൽ ആഴ്ത്തി പതിഞ്ഞിറങ്ങിയൊരു സ്ഥലമാണ് ഗുണ കേവ്. ആ ഗുണ കേവിൻ്റെ ഒരു റീമേക്കാണ് നമ്മുടെ DJ അമ്യൂസ്മെൻറ്റ്സ് ഇവിടെ കൊല്ലം മഹോത്സവത്തിന് പ്രാവശ്യം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഗുണ കേവിൻ്റെ ഫ്രണ്ടിൽ വലുതായിട്ടൊരു വലിയൊരു വവ്വാലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഭയങ്കര ഇരുട്ടൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഗുണ കേവി അത്ര വലുതായിട്ട് കാണാനൊന്നും ഇല്ലായിരുന്നു. ഇതേക്ക് കുറേ ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലവും അതിൻ്റെ കൂടെ അവിടെ എവിടെയും കുറേ വവ്വാൽ, വെള്ളച്ചാട്ടം, ഒരു കൊച്ചു വെള്ളച്ചാട്ടം അവസാനം ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു മെയിൻലി ഗുണ കേവി നമുക്ക് കാണാനുള്ളത്. പിന്നെ നമ്മൾ ഗുണ കേവിൻ്റെ മഞ്ഞുമൽ ബോയ്സ് മൂവിയിൽ കണ്ട കണക്ക് കുറേ തമിഴിലൊക്കെ അവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു. നമുക്ക് തമിഴ് അറിയാത്തതുകൊണ്ടൊന്നും അറിയാൻ വയ്യ എന്തോ എഴുതിയേക്കുന്നതെന്ന്. അപ്പോൾ ഗുണ കേവിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ എത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്ഥലമാണ് കട. വീട്ടിൽ വെക്കുന്ന സാധനങ്ങൾ അപ്പച്ചട്ടി, കത്തി, വെട്ടുകത്തി, തൂമ്പ, കോടാലി, മൺചട്ടി, എല്ലാ സംഭവങ്ങളും, പാവക്കുട്ടി, വള, മാല, താലി, പിച്ചത്തി, തിന്നാനുള്ള എല്ലാ സാധനങ്ങളും ഉള്ളൊരു സ്ഥലമായിരുന്നു കട. അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നമ്മൾ നേരെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് മറ്റു കളിക്കുന്ന സാധനങ്ങളും. അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്തൊരു സംഭവമാണ് ഗോസ്റ്റ് ഹൗസ്. പ്രാവശ്യം നമ്മൾ ഗോസ്റ്റ് ഹൗസിൽ കയറി വളരെ ടെററായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ അനുഭവിച്ചു. നമ്മൾ കുറേ കൂവലും ആരൊക്കെ പുറകിൽ നിന്ന് മാന്തുന്നതും തോണ്ടുന്നതും ശ്രദ്ധിച്ചു. പക്ഷെ ആരൊന്നും കാണാൻ പറ്റിയില്ല. കുറേ കറുത്ത ഭൂതങ്ങൾ അവിടെ ഡിസ്കോ ഡാൻസും കളിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ വളരെ അതിഭയങ്കരമായും അതിഭീകരമായും നമ്മൾ ഗോസ്റ്റ് ഹൗസ് കടന്നിരിക്കുന്നു. വളരെ കഷ്ടപ്പെട്ടു. നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.